ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺസിൽ പലപ്പോഴും നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടായിരിക്കില്ല. ചിലപ്പം ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന ഫീച്ചർ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന ഫീച്ചർ എങ്ങനെ ഡിസേബിൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇപ്പം ഞാൻ പോക്കോയുടെ സ്മാർട്ട് ഫോണാണ് യൂസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ക്യാമറ കടിച്ചു പോയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഞാൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാറില്ല. അപ്പം ഈ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഡിസേബിൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ എബൌട്ട് ഫോൺ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ചിലപ്പം ഇത് മുകളിലായിരിക്കും ഉണ്ടാവുക, ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം താഴെ ആയിരിക്കും ഉണ്ടാവുക. എന്തായാലും എബൌട്ട് ഫോൺ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ ഇവിടെ MIUI വെർഷൻ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. പിന്നെ ബ്രാൻഡ്സിനനുസരിച്ചിട്ട് ഈ ഒരു പേജിൽ പല ചേഞ്ചസും വരുന്നതായിരിക്കും. എന്തായാലും ഇവിടെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാണാതെ കാണുന്നുണ്ട്. ഇവിടെ മുകളിൽ 3 ലൈൻസ് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ഓട്ടോമാറ്റിക്കലി എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. അത് നമ്മൾ ഡിസേബിൾ ചെയ്ത് വെക്കണം. അതുമാത്രമല്ല ഡൗൺലോഡ് യൂസിങ് മൊബൈൽ ഡാറ്റ എന്നുള്ളതുണ്ട്, അതും ഡിസേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആവുന്ന പ്രശ്നം ഉണ്ടാവില്ല. അതുമാത്രമല്ല താഴെ ഇൻസ്റ്റാൾ ഓട്ടോമാറ്റിക്കലി എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്, അതും നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. അപ്പം അതിനുശേഷം നമ്മുടെ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവില്ല. അപ്പം ഇങ്ങനെ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺസിൽ ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആവുന്നത് ഒഴിവാക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.